നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. കൃപയാൽ നമുക്കിന്ന് വീണ്ടും ഈ രാത്രികാലം കർത്താവിന്റെ പദവിടുക്കാൻ കൃപ നൽകി. നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞ പ്രാരംഭമായി ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുന്നു, യഹോദാപുത്രന്മാർ ആനന്ദിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത് സ്വർഗത്തിൽ സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, സമാധാനമുണ്ട്, അസമാധാനമുണ്ട്. ഇത് വരുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദൂതൻ അവൻ ദൈവം വച്ചിരിക്കുന്ന നിലയിൽ നിന്ന് വീണ് ദൈവത്തിന്റെ എതിരാളിയായി തീർന്ന സമയം. അവൻ മാത്രമല്ല, അവനോടുകൂടെ അവൻ്റെതായിട്ടുള്ള വലിയൊരു സമൂഹവും ദൈവത്തിന്റെ എതിരാളിയായി തീർന്ന സമയം മുതൽ സ്വർഗത്തിൽ അസമാധാനം തുടങ്ങിയതാണ്. ഈ അസമാധാനവും ദുഃഖവും മനുഷ്യനെ സൃഷ്ടിച്ചതോടുകൂടി ഏറ്റവും വലുതായി തീർന്നു. മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ ഭൂമിയിൽ വരുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആരും ദൈവത്തിന്റെ പക്ഷക്കാരില്ല എന്നുള്ള നില വന്നു. സ്വർഗം അപ്പോഴും ദുഃഖിക്കുകയാണ്, സമാധാനമില്ലാതിരിക്കുകയാണ്. കാരണം തന്റെ അവസ്ഥ പറയാനായിട്ട് ദൈവത്തിന്റെ എതിരാളിയായി പിശാചിന്റെ ഒരു സ്ഥലം സ്വർഗത്തിലുണ്ട്. ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അതില്ലാതെ പോകാൻ ഇനി കുറച്ച് നാളുകളുണ്ട്. ഇനി അത് അതിന്റെ സമയം വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് സദാസമയം വാദിക്കുക. അവന്റെ വാദത്തിനേ ഉള്ളൂ. അവനേക്കാൾ ഒട്ടും ശ്രേഷ്ഠന്മാരല്ല ഈ മനുഷ്യവംശം. എല്ലാവരും ഒക്കെ കണക്കാ. അവൻ ഹൃദയത്തിലാണ് പറഞ്ഞത്, ഞാൻ അത്യുന്നതരുടെ സമനാകുമെന്ന് ഹൃദയത്തിലാണ് പറഞ്ഞത്. അവ എന്ത് ചെയ്തു? ഹൃദയത്തിലല്ല പറഞ്ഞത്. വാക്ക് കേട്ടുകൊണ്ട് പോയി വൃക്ഷത്തിന്റെ ഫലം പറിച്ച് പരസ്യമായിട്ട് തിന്ന്. ആരാ മെച്ചം? ആരാ അതില്? അവൾ ആ പഴം വാക്ക് കേട്ടുകൊണ്ട് പഴം പറിക്കാൻ പോകുമ്പോ ഓർത്തുകൊള്ളണം, അവൻ വിരലി കൊണ്ടുകയാണ്. കർത്താവിനൊരു ചോദ്യമാണ്, ഇവരാരാ? ഞാൻ ഹൃദയത്തിൽ പറയും, ശരിയാ, ഞാൻ അത്യുന്നതരുടെ സമനാകുമെന്ന് പറഞ്ഞു. പക്ഷെ അവള് സകല മനുഷ്യരും ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന്റെ എതിരാളിയായി തീരണം എന്നുള്ളതാണ് സാത്താന്റെ ആഗ്രഹം. എന്നാൽ ഒരു സമയം വന്നപ്പോഴേക്കും ദൈവത്തിന്റെ വചനം കേട്ട് ഒരു കൂട്ടര് ദൈവത്തിന്റെ പക്ഷക്കാരായി തീർന്നു. ദൈവത്തിന്റെ പക്ഷക്കാരായി തീരാൻ മാനസാന്തരപ്പെടുന്നതോടുകൂടി സ്വർഗത്തിൽ സന്തോഷമായി. സമാധാനമായിട്ടില്ല, സ്വർഗത്തില് സന്തോഷമായി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ ഇടയിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകും. അപ്പൊ മാനസാന്തരപ്പെടുന്ന ഭാവിയെ കുറിച്ച് സ്വർഗത്തില് സന്തോഷമാണ്. സമാധാനമുണ്ടോ? ഇല്ല. സമാധാനം എപ്പോഴാ വന്നേ? സമാധാനം എന്ന് പറയുന്നപ്പോ പഴയ നിയമത്തില് ദൈവത്തിൽ വിശ്വസിച്ച് യാഗം കഴിച്ച് നിയമം ചെയ്ത് എല്ലാരും പാതാളത്തിലേക്ക് പോയി പാതാളം പിടിച്ചു വെച്ചിരിക്കുക. കർത്താവ് കാൽവരി യാഗം കഴിച്ചില്ലായെങ്കിൽ, അവൻ വാക്കി തെറ്റിപ്പോയെങ്കിലോ, അവൻ പരീക്ഷയെ തോറ്റുപോയെങ്കിലോ, ആ യാഗം പൂർത്തിയായില്ലെങ്കിലോ, വേണ്ട, മരിച്ചതിന് ശേഷം അവന്റെ എല്ലാം ഒടിച്ചെങ്കിലോ, അവന്റെ അസ്ഥി ഒടിച്ചെങ്കിലോ, സകല പദ്ധതിയും പൊളി.
അതാ അവസാനം ബാക്കി ഒന്നും നടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞു ഇനി ചിലരെ ഇളക്കിക്കൊണ്ട് വന്നു അവരെ അസ്ഥി ഒടിക്കാൻ. അസ്ഥി ഒടിക്കാനായിട്ട് വന്നത്തേക്ക് അവൻ മരിച്ചായിരുന്നു. അസ്ഥി ഒടിച്ചെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളെ ഇരിക്കില്ല അവിടെ. അസ്ഥി ഒടിച്ചാൽ അവൻ ആരില്ല? നീതിമാനല്ല. യേശുവിന്റെ അസ്ഥി ഒടിച്ചാൽ നീതിമാനല്ല. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ആളെ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു പറഞ്ഞ ക്രിയ അവൻ നടക്കില്ല. അവൻ ആത്മാവായി തീരുകയില്ല. അങ്ങനെ അവന്റെ മേലുള്ള ഒരു കാര്യങ്ങളും നടന്നില്ല. അവൻ ജയാളിയായി യെരൂശലേമിലേക്ക് ഒരു വരയിൽ കൂടി പ്രവേശിച്ചു. അപ്പോ ജനം ആർത്ത് പറഞ്ഞ, കുട്ടികൾ കൂടി ആർത്ത് പറഞ്ഞ വാക്കാണ് എന്താണ്? സ്വർഗത്തിൽ സമാധാനം. അന്നാണ് മനുഷ്യവംശത്തിന്റെ ശത്രുവിന്റെ വീഴ്ചയ്ക്ക് ശേഷം സമാധാനമില്ലാതായിരിക്കുന്ന സ്വർഗത്തില് സമാധാനം ഉണ്ടായിരുന്നു. എന്നാണ് ഒലിവുമലയിൽ കൂടി യേശു യെരൂശലേമിലേക്ക് പ്രവേശിക്കുക. കാരണം ഒരു കാര്യം തീർച്ചയാക്കി കഴിഞ്ഞു, ഇനി നിനക്ക് അധികമില്ല. അവിടെ നിന്നുകൊണ്ട് രാപ്പകൽ ദൈവത്തിന്റെ ജനത്തെ കുറ്റം ചുമത്തുന്ന അപവാദിക്ക് ഇനി അധിക കാലമില്ല. സമാധാനം. ലോകത്തിന്റെ സന്തോഷവും സമാധാനത്തെ കുറിച്ച് നമ്മളത് പറഞ്ഞു. ഇവിടെ നമ്മളിന്ന് ചിന്തിച്ചത്, ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഓട്ടം സ്ഥിരതയോടുക. നാമും ആര് നിൽക്കുന്നു? നമുക്ക് ഏറ്റവും സാക്ഷികൾ. ആരൊക്കെ സാക്ഷികൾ? നമ്മൾ ഇരിക്കുന്നത് എറണാകുളത്ത് നെഹ്റു സ്റ്റേഡിയത്തില്, കരൂർ സ്റ്റേഡിയത്തില് കളി നടന്നുകൊണ്ടിരിക്കുക, ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുക. ചുറ്റും ഇരിക്കുന്ന 30,000 പേര് ഇരിപ്പുണ്ട്. പക്ഷെ ഈ 30,000 പേരല്ല, എവിടേക്കാ? ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അമേരിക്ക, ഇങ്ങനെ വേണ്ട ലോകം മുഴുവനും ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇത്ര വലിയൊരു സമൂഹം ഇത് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കുന്നത്? ലോകം മുഴുവനാ. പക്ഷെ ഇവര് കേൾക്കുന്നത്. ഇതുപോലെയാണ് ഒരു ദൈവത്തിന്റെ വേദന. അവൻ വിശ്വാസത്തില് അവന്റെ കാലൊന്ന് പിഴച്ച, അവന്റെ ജീവിതം ഒന്ന് തെറ്റിയ അപ്പോൾ തന്നെ ആർപ്പ് വരും. എവിടുന്ന് ആർപ്പ് വരും? ഈ സാക്ഷികൾ എത്ര വലിയ സമൂഹം എന്ന് പറയുന്നത് ആരൊക്കെയാ? സിയോൻ പർവ്വതം, പിന്നെ ജീവനുള്ള ദൈവത്തിൽ നഗരമായ യെരൂശലേം, വിശുദ്ധ ദൂതന്മാരുടെ സംഘം, സിദ്ധന്മാരായ ദൈവന്മാരുടെ ആത്മാക്കള്, സർവ്വത്തിന്റെ ന്യായാധിപതിയായ ദൈവം, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു, പിന്നെ ഹാബേലിന്റെ രക്തത്തെക്കാൾ നികരമായി സംസാരിക്കുന്ന ഇത്രയും നമുക്ക് ചുറ്റും നിൽക്കുക. നമ്മളറിയുന്നു. പെട്ടെന്നൊരു വാക്ക് സംസാരിച്ചു, പെട്ടെന്നൊരു വാക്ക്. അവിടെ ചുറ്റും നിൽക്കുക. ഇങ്ങനെ രണ്ട് കൂട്ടരും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുക. ഒരു കൂട്ടര് ദൈവത്തിന്റെ പക്ഷക്കാർ, സിദ്ധന്മാരായ ദൈവന്മാരുടെ ആത്മാക്കൾ, മറ്റൊരു കൂട്ടര് വീണ ആത്മാക്കൾ. ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോശ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു. പെട്ടെന്ന് അവന്റെ മനസ്സിനെ കോപിച്ചു. ഞാൻ ഇച്ചിരി ദേഷ്യം പുല്ല് വെച്ചത്, നിന്റെ ജനത്തോട് പക വയ്ക്കരുതെന്ന് വചനം പ്രമാണം കൊടുത്ത, അത് കേട്ടില്ല. സ്ത്രീ ഇത് ഉള്ളിൽ വെച്ചു. അവര് മനസ്സിനെ കോപിപ്പിച്ചപ്പോൾ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു. ഓ, ആർപ്പ്. എവിടെയാ? എബ്രായരുടെ പാളയത്തിലല്ല, പിന്നെ ശത്രുവിന്റെ പാളയത്തിൽ. ഇവർ കേൾക്കണ്ടോ? മോശ കേട്ടോ? കളിക്കണവര് കേൾക്കും. ഓസ്ട്രേലിയയിൽ ഇരുന്ന് ആർപ്പിടുന്നത് ഇവിടെ നിന്ന് കളിക്കാർ കേൾക്കും? ഇല്ല. സ്വർഗത്തില് ഈ പക്ഷത്തിന്റെ, ഈ
ആത്മീയ മണ്ഡലങ്ങളിലുള്ള ഈ ദുഷ്ടവർഗത്തിന്റെ ആത്മാക്കളുടെ ആർക്ക് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കാലൊന്ന് പഴയ്ക്കണം, കാലൊന്ന് പഴയ്ക്കണം. അവിവേകം എന്തെങ്കിലും വന്നാൽ, ഏതെങ്കിലും ഒരു പാപം വന്നാൽ അവിടെ ആർക്ക് കേൾക്കണം? സന്തോഷമായി. പക്ഷെ മറ്റേ പാളയത്തിൽ മൗനമാണ്. ഏത് പാളയത്തിൽ? ദൈവത്തിന്റെ പാളയം, വിശുദ്ധ ദൂതന്മാർ. അവൻ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആർത്ത് സന്തോഷിച്ചതാ. അവൻ രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ ആർത്ത് സന്തോഷിച്ചതാ. ഇന്ന് അവിടെ മൗനം. കാരണം നമ്മുടെ പക്ഷക്കാരൊരാൾ എങ്ങോട്ട് പോയി? എതിർപക്ഷത്തേക്ക് പോയി. ഇനി അവൻ വിടുവോ? ഇനി അവൻ വിടൂല. അവൻ എതിർപക്ഷത്തേക്ക് പോയി. അങ്ങനെ മൗനമായിരിക്കുക. വൈകുന്നേരം ദാവീദ് സന്ധ്യാകാലത്തിന്റെ സമയത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഒരു സ്ത്രീ വിളിക്കുന്നതാണ്. ഒരുക്കി വെച്ചേക്കുവല്ല. ആ പ്രവൃത്തി ചെയ്തു. പാളയത്തിൽ ആർപ്പാണ്. എന്ത് പോയിപ്പോയല്ലോ നാഥ, എല്ലാം പോയിപ്പോയല്ലോ. സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം ദുഃഖിക്കുക. നീതിമാനായ ദൈവം അവനെ അതിൽ നിന്ന് വിടുവിച്ചതിന് അതിൻ്റെതായ ക്ലോസുകളുണ്ട്. വിടുവിപ്പാൻ നാഥാം പ്രവാചകനെ അയച്ചു. നാഥാം പ്രവാചകൻ സംസാരിച്ചപ്പോ ഉള്ളിൽ നീതി ഉണ്ടെന്ന് മനസ്സിലായി. ആ മനുഷ്യൻ ആരായാലും അവൻ മരണയോഗ്യനെന്ന് പറഞ്ഞു. അപ്പൊ പ്രാണനിൽ എന്തുണ്ട്? നീതി ഉണ്ടെന്ന് മനസ്സിലായി, ന്യായപ്രമാണം ഉണ്ടെന്ന് മനസ്സിലായി. അവൻ തീർത്തും ദൈവത്തിൽ നിന്ന് പോയിട്ടില്ല എന്ന് മനസ്സിലായി. അവൻ ചില ശത്രുവിന്റെ സ്വാധീനത്താലാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായി. പക്ഷെ ഈ കർമ്മത്തിൽ നിന്ന് ഒഴിക്കണ്ടേ? ഈ കർമ്മത്തിൽ നിന്ന് ഒഴിക്കാൻ സമയത്ത് സ്വർഗം വിധി കൽപ്പിച്ചു. അവൻ നീ ഇത് രഹസ്യത്തിൽ ചെയ്തല്ലോ, യഹോവയായ ഞാനത് പരസ്യത്തിൽ ചെയ്യും. അവന്റെ സ്വന്തം മകൻ, അവന്റെ സ്വന്തം ഭാര്യമാർ പരസ്യമായി. അത്രമാത്രം ഹീനമായ ഒരു പ്രവൃത്തി സ്വന്തം മകൻ ചെയ്യും. എല്ലാവരും കാണുക. മാത്രമല്ല, നിന്റെ വീട്ടിൽ നിന്ന് വാളിറങ്ങി പോവില്ല. ഒടുവിൽ അബ്ശാലോമിന്റെ വാള് വന്നു. അബ്ശാലോമിന്റെ വാള് വന്നു. തലയിൽ മുണ്ടിട്ടു, തുണിയിട്ടു, കരഞ്ഞുകൊണ്ട് പോവാണ്. മരുഭൂമിയിലേക്ക് പോവാണ് ദാവീദ്. കരഞ്ഞുകൊണ്ട് മരുഭൂമിയിലേക്ക് പോവാ. വചനം പറയുന്നത് തന്നെയാവോ? സിയോൻ പർവ്വതം സന്തോഷിക്കുന്നു. കാരണം എന്താണെന്നറിയാം? ഈ കരച്ചിൽ എന്തിനു വേണ്ടിയിട്ടുള്ള? ഈ കരച്ചിൽ ശത്രുവിന്റെ പക്ഷത്തിൽ നിന്ന് സർവശക്തനായ ദൈവം അവനെ ദൈവത്തിന്റെ പക്ഷക്കാരനാക്കി തീർക്കുകയോ. ദൈവത്തിന്റെ പ്രവൃത്തി അറിയണം. ദൈവത്തിന്റെ പ്രവൃത്തി അറിയണം. അവൻ ശാസിക്കുമ്പോൾ അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണ്. വേറൊരു മാർഗമുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല. ദോഷം ചെയ്ത് അക്കരയ്ക്ക് പോയവനെ തിരിച്ചു കൊണ്ടുവരുവാൻ അവൻ ചെയ്ത ഒരു പ്രവൃത്തി, അവൻ ആലോചിച്ച ഒരു പ്രവൃത്തിയാണത്. അത് അനുഭവിച്ചേ പറ്റുള്ളൂ. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുവെങ്കിൽ നിന്റെ പ്രാണൻ രക്ഷിക്കൊള്ളാം. ഓ ഹല്ലേലൂയ, കൃപയ്ക്കായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം. നെഞ്ചത്തിടിച്ച് നിലവിളിക്കുമ്പോ, എനിക്കിത് വന്നല്ലോ എന്ന് നിലവിളിക്കുമ്പോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ നിലവിളിക്കുമ്പോ സ്വർഗം സന്തോഷിക്കുകയാണെന്ന് പറഞ്ഞു പോകരുത്. ദൈവസഭയൊക്കെ അന്ധകാരം വിട്ടു മാറട്ടെ. ഓ ഹല്ലേലൂയ, കൃപയ്ക്കായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം. ശത്രു എതിർത്തില്ല,
ശത്രുവകത്ത് നോക്കില്ല. ദൈവമക്കൾക്ക് ദുഃഖമുണ്ട്. ഈ നിൽക്കുന്ന ഞാനടക്കം ഇന്ന് വേദന അനുഭവിക്കുന്നുണ്ട്. ഓരോ ദിനവും വെളുത്താൽ മതി, സന്ധ്യയാൽ മതി എന്ന് കരുതി പോകുന്ന ദിനങ്ങളുണ്ട്. ക്ഷമിക്കണ്ട. അവന്റെ അക്രോശം തീരുവോളം അവന്റെ ശിക്ഷ വഹിക്ക്. നാളെ നീ അവന്റെ പക്ഷക്കാരനാ. ജീവൻ പുറവും സന്തോഷിക്കട്ടെ, സ്വർഗം സന്തോഷിക്കട്ടെ. മതി മതി. വാക്ക് കേട്ടല്ലോ. വാക്ക് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയെന്ന് ഞാൻ മതി. കാരണം അത്രമാത്രം എന്റെ ഉടയവൻ എന്നെ ശിക്ഷിക്കുന്നുവെങ്കിൽ അത് സാത്താനത്ത് കാര്യം, അത് ശത്രുവിനത് കാര്യം. അപ്പൻ മകനെ ശിക്ഷിച്ചാൽ മക്കൾ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കുവാൻ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും മക്കൾ കാത്തോർത്ത് അബ്ശലോം മരിച്ചു കിടക്കുവാണ്. ദാവീദ് പറയാണ്, മകനെ മകനെ നീ എന്തിനു മരിച്ചു? ഞാൻ മരിച്ചെങ്കിൽ മതിയായിരുന്നു. നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ മതിയായിരുന്നല്ലോ. ദാവീദിന് അബ്ശലോം വലുത്, സ്വർഗത്തിന് ബാക്കി പറ. നിനക്ക് പലതും വലുതായി കാണുന്നു, എന്നാൽ സ്വർഗം നീയാണ് വലുത്. ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനമുണ്ടെന്ന് എന്റെ കാഴ്ചക്ക് അബ്ശലോം വലുതാണ്, ശരി. പക്ഷെ സ്വർഗത്തിന്റെ കാഴ്ചക്ക് അബ്ശലോമല്ല, നീയാണ് വലുത്. നിനക്ക് വേണ്ടി ചെയ്തതാണ് ഇത് മുഴുവൻ. ഒരു കഴിവുണ്ടെങ്കിൽ ഈ ശിക്ഷയിൽ നിന്നെ ഉൾപ്പെടുത്തുകയില്ലായിരുന്നു. നിന്നെ നേടേണ്ടതിന് വേണ്ടി ഇതാ സാക്ഷികളുടെ ഇത്ര പേര് നിലവിട്ട് കരയുമ്പോൾ ഞാൻ മരിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് കരഞ്ഞ് വിലവിളിക്കുമ്പോൾ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം ആർക്കുന്നത് നീ കേൾക്കുന്നില്ല. കേൾക്ക്, ശ്രദ്ധയോടെ കേൾക്ക്. ദൈവത്തിന്റെ ആത്മാവ് ചെവി തരട്ടെ. നിന്നെ നേടാൻ, നിന്നെ ദൈവത്തിന്റെ പക്ഷക്കാരനാക്കി തീർക്കാൻ, നീ ദൈവത്തിന്റെ സഭയിൽ നിന്ന് അകന്നു പോയതിനെ തിരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിന്റെ പക്ഷക്കാരനാക്കി തീർക്കാൻ ദൈവം ചെയ്ത പ്രവൃത്തി എത്ര വലുത്. ദൈവത്തിന്റെ ന്യായവിധിയുടെ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുന്നു. യഹൂദാ പുത്രിമാർ
ആനന്ദിക്കുന്നു. ഇന്നും അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? എവിടെയുള്ളൂ? എന്നെ അടിക്കുന്നെങ്കിൽ അതാണ് ജയ. എന്നെ ശിക്ഷിക്കുന്നുവെങ്കിൽ അത് അവൻ എന്നോടുള്ള സ്നേഹം തള്ളിക്കളയാത്ത ദൈവം, ഇന്നും തിരസ്കരിക്കാത്ത ദൈവം, നിരസിച്ചു കളയാത്ത ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനിയും ശടിക്കല്ലേ, ഇനിയും നിരസിക്കല്ലേ, ഇനിയും സ്വന്തം വഴിയിലേക്ക് തിരിയല്ലേ. ഏൽപ്പിച്ചു കൊടുക്ക. തെറ്റ് സമ്മതിക്ക. കൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. എന്റെ താഴ്ചയിലാണ് നിന്നെ ഓർത്തവൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഘോരവൈരിയൻ ബലമവൻ തകർത്തല്ലോ. ദൈവം നമ്മൾ സംസാരിച്ച് കേട്ടല്ലോ. ഓക്കെ, അംഗീകരിക്കാം, സ്വീകരിക്കാം. ബലമുള്ള കർത്തിന്റെ താണിരിക്കാം. പാസ്റ്റർ